നമ്മുടെ സംസ്കാരത്തെ വെടിഞ്ഞുള്ള വിനോദത്തെ മാത്രമേ നമ്മൾ നിർത്തിയിട്ടുള്ളൂ. സംസ്കാരത്തിൽ അധിഷ്ഠിതമായ വിനോദങ്ങൾ ആവാം. കാരണം എന്താണെന്നറിയോ, മനുഷ്യൻ ഒരു എന്റർടൈൻമെന്റ് ഇല്ലെങ്കിൽ മനുഷ്യൻ മുരടിച്ചു പോകും, അതിൻ്റെ മനസ്സ് മുരടിച്ചു പോകും. അവന് വേണമെന്ന് സംഗീതം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നൃത്തം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കലാപരിപാടികൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ ആകർഷിക്കും, നമുക്കൊരു സന്തോഷം ഉണ്ടാകും, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അത് കഴിക്കും. ആ പോസിറ്റീവ് എനർജി നമുക്ക് കൂടുതൽ ജീവിക്കാനുള്ള പ്രേരണ നമുക്ക് നൽകും. അതിനൊരു പ്രത്യേക ശക്തിയാണ് ആ ഊർജം. പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ട്. ആ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടണം ജീവിതത്തിൽ. ആ പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ പ്രദാനം ചെയ്യുന്നത് ആത്മീയ കേന്ദ്രങ്ങളാണ്, ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ. ഇപ്പം അമ്മയുടെ അടുത്ത് പോയാൽ എത്ര ദുഃഖിതനാണെങ്കിലും എത്ര കഷ്ടപ്പെടുന്നവരാണെങ്കിലും അമ്മയുടെ അടുത്ത് പോയി ഒന്ന് അമ്മയെ സ്പർശിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അമ്മയൊന്ന് ദർശനം കിട്ടിക്കഴിഞ്ഞാൽ, അമ്മയുടെ ഒരു വാക്ക് കേട്ടാൽ അവരുടെ ഉള്ളിലുണ്ടാകുന്ന പറയുന്നതിനൊക്കെ അതീതമായ, വാക്കുകൾക്ക് അതീതമായ ഒരു സന്തോഷം അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഇതെപ്പോഴും വേണം മനുഷ്യൻ. അതുകൊണ്ടാണ് ഉത്സവങ്ങൾക്ക് വലിയ പ്രാധാന്യം നമ്മുടെ ഭാരതത്തിൽ കൊടുത്തത്. അമ്മ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഈ ഭാരതത്തിൽ ജനിച്ച ഒരാള് ഭാരതീയ സംസ്കാരത്തെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ സ്വന്തം പെറ്റ അമ്മയെ തിരിച്ചറിയാതെ പോകുന്നത് പോലെയാണ് എന്നമ്മ വ്യക്തമായി പറഞ്ഞു. സ്വന്തം പെറ്റമ്മയെ തിരിച്ചറിയാതെ ഒരാൾ ജീവിക്കുന്നത് പോലെയാണ്. നമുക്ക് സ്വന്തം പെറ്റമ്മയോടുള്ളൊരു ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാതാ, പിതാ, ഗുരു, ദൈവം എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. മാതാവാണ് പ്രത്യക്ഷ ദേവത, പിതാവാണ് അത് കഴിഞ്ഞാൽ ആചാര്യൻ. ഇങ്ങനെയാണ് നമുക്ക് ദേവതകളെ പരിചയപ്പെടുത്തി തരുന്നത് ഉപനിഷത്ത് പോലും. അപ്പം അമ്മ സ്വന്തം പെറ്റമ്മയിലൂടെയാണ് നമ്മൾ ലോകത്തെ കാണുന്നത്, പരിചയപ്പെടുന്നത് എല്ലാം തുടക്കം. അതുകൊണ്ടാണ് മനുഷ്യരാശിയുടെ ആദ്യ ഗുരു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെറ്റമ്മയാണ്. ഈ അമ്മ എന്നുള്ളൊരു ബന്ധമാണ് നമ്മൾ ലോകത്തെ തന്നെ നമ്മൾ അമ്മയായിട്ട് കാണാൻ പഠിപ്പിച്ചു. ഈശ്വരനെ പോലും അമ്മയായിട്ട് കാണാൻ പഠിപ്പിച്ചു. പരാശക്തി, പ്രകൃതിശക്തി, പരാശക്തി, ഇങ്ങനെയുള്ള ഭാവങ്ങളിൽ നമ്മൾ കണ്ടു. ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും എല്ലാം നമുക്ക് അമ്മമാരാണ്. കടൽ നമുക്ക് അമ്മയാണ്. ആ അമ്മയുടെ വാത്സല്യമാണ്. ആ നദികളിൽ നമ്മൾ കാണുന്ന വെറും ജലത്തെയല്ല, അല്ലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സമ്മിശ്ര ഭാവത്തെയല്ല നമ്മൾ കാണുന്നത്. അമ്മ എന്ന വികാരമാണ്. ഈ ഭൂമിയെ ഒരു പിടി മണ്ണിനെ നമ്മൾ കാണുന്നത് അമ്മ എന്ന വികാരത്തോടു കൂടിയാണ്. മാതാവൃത്തി പുത്രോഹം പ്രതിഭ്യാഹ. മാതാവൃത്തി, ഈ ഭൂമി എൻ്റെ അമ്മയാണ്. ഈ അമ്മയെ ഞാൻ വന്ദിക്കുന്നു. ഓരോ ഭാരതീയനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ അമ്മയെ തൊട്ട് നമസ്കരിച്ച് വേണം എഴുന്നേൽക്കാൻ. അങ്ങനെ പഠിപ്പിച്ചൊരു സംസ്കാരമാണ് നമ്മളിതൊക്കെ മറന്നുപോയതാണ്. പലപ്പോഴും മറന്നുപോയി. നമ്മളിന്ന് ഭൂമിയെ തൊട്ട് നമസ്കരിക്കുന്നുണ്ടോ? പണ്ടുകാലത്ത് എല്ലാ ചടങ്ങുകളും ഭൂമിയെ വന്ദിച്ചുകൊണ്ടാ. ചാരി കീറുന്നത് പോലും ഭൂമിയുടെ അനുവാദം ചോദിച്ചുകൊണ്ടാ, വന്ദിച്ചുകൊണ്ടാ. ഭൂമി എന്ന് പറഞ്ഞാൽ ജഡവസ്തുവല്ല, അതിൽ പോലും ചൈതന്യമുണ്ട്. മണ്ണിന് പോലും കഥ പറയാൻ സാധിക്കും. മനുഷ്യൻ സംസാരിക്കുന്ന പോലെ മണ്ണും മരവും വൃക്ഷവും സസ്യങ്ങളും എല്ലാം സംസാരിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ഭാഷ അറിയില്ലെന്നേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, അമ്മ ഓസ്ട്രേലിയയിൽ എവിടെ പോയ സന്ദർഭത്തിൽ അമ്മ ആഹാരം, അവരെല്ലാവരും ഇട്ടിരുന്ന ഒരു റിട്രീറ്റ് പ്രോഗ്രാമാണ്. അതിൽ അമ്മ ആഹാരം കഴിക്കാൻ എല്ലാവരും വിളമ്പാനിരിക്കുന്ന ഒരു സന്ദർഭം ഞാൻ വീഡിയോയിൽ കണ്ടതാണ്. നമ്മൾ പോയില്ല, ഓസ്ട്രേലിയയിൽ നമ്മൾ പോയില്ല. അപ്പോൾ അവിടെ സന്ദർഭത്തിൽ ഇങ്ങനെ എല്ലാവരുമായിട്ടിരുന്ന് കഴിക്കുന്നതുകൊണ്ട് അമ്മ ഇങ്ങനെ ഭക്ഷണം വിളമ്പാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെടുത്തിട്ട് അമ്മ പ്രകൃതിക്കാണ് ആദ്യം നൽകുന്നത്, വായുവിനും വൃക്ഷത്തിനും. ഇത് അവർക്ക് തൃപ്തിയായെങ്കിൽ ഇത് എന്നെ അറിയിക്കുക എന്ന് അമ്മ പറയുന്നുണ്ട് ആ സന്ദർഭത്തിൽ. അപ്പോൾ ഒരു കാറ്റ് വന്ന് ആ അമ്മയുടെ കയ്യിൽ നിന്ന് ഈ ആഹാരം ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ്, അമ്മയുടെ പ്രസാദം സ്വീകരിക്കുകയാണ്. അവിടുത്തെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വൃക്ഷമേ നീ കാണിക്കൂ എന്ന് ഒരു പ്രതീകം കാണിക്കുന്നത്. ആ വൃക്ഷം അന്നേരം അതുവരെ നിശ്ചലമായൊരു സന്ദർഭത്തിൽ വൃക്ഷം ഇങ്ങനെ തലയാട്ടുന്നത് പോലെ കാട്ടാൻ സന്തോഷം പ്രകടിപ്പിക്കുന്നവർ. നമ്മളങ്ങനെയല്ലേ കാണുന്നത്? സന്തോഷം പ്രകൃതിയിൽ നോക്കും, ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന കാഴ്ച. അപ്പൊ പെട്ടെന്ന് നിശ്ചലമായിരുന്നൊക്കെ ചലനം ഏകുന്നതായിട്ട് നമുക്ക് തോന്നും. ചലമറ്റ വസ്തുക്കളെയൊക്കെ ചലനം ഏകുന്നതായിട്ട് അത് നമുക്ക് കാണാൻ സാധിക്കും. ഈ മണ്ണിനുമുണ്ട് കഥ പറയാൻ.
മണ്ണിനും പിന്നെ അതുപോലെ പാറയ്ക്കും തൂണിലും തുരുമ്പിനും ഒക്കെ ആ ശക്തി വിശേഷമുണ്ട്. നമ്മളതിനൊന്നും തള്ളാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ എല്ലാത്തിനും നമസ്കരിച്ച് കാണിക്കുന്നത്. ഉത്സവം നമുക്ക് ആവശ്യം തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ. ഒരു ജീവസമൂഹത്തിൽ ഒറ്റപ്പെടേണ്ടവനല്ല. മനുഷ്യൻ കൂട്ടായിട്ട് ജീവിക്കുന്നവനാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ പരസ്പരം കാണുമ്പോൾ ചിലപ്പോൾ വർഷത്തിലൊരിക്കലായിരിക്കും ഇവിടെ പലരും വന്നിട്ടുണ്ടാകുക, എനിക്ക് തോന്നുന്നത്. എല്ലാ ആഴ്ചയിലും വരുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ വരുന്നു, പരസ്പരം കുടുംബങ്ങളെ കാണുന്നു, പരസ്പരം നിങ്ങൾ വർത്തമാനങ്ങൾ ഷെയർ ചെയ്യുന്നു, കുടുംബകാര്യങ്ങൾ അന്വേഷിക്കുന്നതോടൊപ്പം നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ കൂട്ടപ്രാർത്ഥനയ്ക്ക് വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നു. പരസ്പര പങ്കാളിത്തത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നു, സേവനത്തിന്റെ മഹത്വം പഠിക്കുന്നു. ആ സേവനം ചെയ്യാനുള്ള അവസരം പാഴാക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സേവനത്തിന്റെ മഹത്വം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ വരുമ്പോൾ വിത്തജം, ചിത്തജം, ദേഹജം, ഇങ്ങനെ 3 വിധത്തിൽ സേവിക്കാം. ശരീരം കൊണ്ട് സേവിക്കാം, വിത്തം കൊണ്ട് സേവിക്കാം, ധനം കൊണ്ട് സേവിക്കാം, ചിത്തം കൊണ്ട് സേവിക്കാം. ഇതിലൊക്കെ ഇരുന്ന് പങ്കെടുക്കുമ്പോൾ, നാമം ജപിക്കുമ്പോൾ, മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സുകൂടി ഇതിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ എല്ലാവിധത്തിലും ഇതിനോട് പങ്കാളിത്തം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണത്. അതുകൊണ്ടാണ് ഉത്സവങ്ങൾ നിസ്സാരമാക്കി തള്ളാൻ പറ്റാത്തത്. അവർ കാമറൂൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു പരിപാടി ആവിഷ്കരിച്ചതോടുകൂടി ആത്മഹത്യ കുറഞ്ഞു. അവർക്ക് അവാർഡ് വരെ കൊടുത്തു. അവസാനം മലേഷ്യൻ ഗവൺമെന്റിന് അവാർഡ് കിട്ടി. അതിന്റെ പേര് മലേഷ്യൻ ഗവൺമെന്റ് അല്ല സത്യത്തിൽ ചെയ്തത്, വേറെ ഒരു HS എന്ന് പറഞ്ഞ സംഘടനയാണ് ചെയ്തത്. അപ്പൊ അവര് മലേഷ്യൻ ഗവൺമെന്റിനാണ് അത്രയും ആത്മഹത്യ നടന്ന സ്ഥലത്ത് 1 വർഷത്തെ ആ ഒരു പഠനം കൊണ്ട് തന്നെ ഒരുപാട് ആത്മഹത്യകൾ കുറഞ്ഞു പോയിരുന്നു. മനുഷ്യനെ വിഭിഷ്ടപ്പെടുമ്പോഴേ അവനൊന്ന് ഇറക്കി വെക്കാൻ ഒരു അത്താണി വേണം. അത്താണി മലപ്പുറം ജില്ലയിലൊക്കെ പോയ അത്താണി ഇഷ്ടംപോലെ കാണാം. 2 അത്താണി 3 അത്താണിയൊക്കെ കാണാം. അവിടെ പണ്ട് കാലത്ത് ഈ ചുവട് വന്ന് പോകുന്നവർ ഇറക്കി വെക്കുന്നതാണ് ഈ അത്താണി. അതുകൊണ്ട് നമ്മൾ ഈ ഭാരവുമായിട്ട് നമ്മൾ നടക്കുകയാണ്. ഈ ഭാരത്തെ ഒന്ന് ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾക്ക് ഒരു കുറവില്ല. ജനനം മുതൽ മരണം വരെ ഉത്സവമാണ്, അല്ലേ? ജനിച്ചാൽ നമ്മൾ ഉത്സവം ആഘോഷിക്കുന്നു, മരിച്ചാലും ആഘോഷിക്കുന്നു. സെന്റ് ഓഫ് ആണ്, ആക്സിഡന്റ് അല്ല, അകാല മരണങ്ങളല്ല. കാലം ചെയ്ത് മരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി നമ്മൾ സെന്റ് ഓഫ് കൊടുത്തു വിടുന്ന പോലെ ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ സർവീസ് ഒക്കെ കഴിഞ്ഞ് 30 വർഷം അല്ലെങ്കിൽ 35 വർഷം സർവീസ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന സ്ഥലത്ത് എല്ലാവരും വിളിക്കുന്നു, കാപ്പിയൊക്കെ കൊടുക്കുന്നു. ഒരു സന്തോഷമാണ്. ആ സെന്റ് ഓഫ് വീട്ടിൽ വരെ കൊണ്ടാക്കും. അതുപോലെ തമിഴ്നാട്ടിലുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചെണ്ട കൊട്ടി പാട്ടുപാടി വരുമ്പോൾ നാമം ജപിച്ചു പോകും. സെന്റ് ഓഫാണ്. നമ്മളിതൊക്കെ മറന്നുപോയതാണ്. അതും സെന്റ് ഓഫ് ആലോചിച്ചു. 16 അടിയന്തരമൊക്കെ നടന്നു, അതെന്താ ഒരു സെന്റ് ഓഫ് പോലെയല്ലേ ഒരു വിധത്തിൽ, അല്ലേ? എല്ലാവരും വിളിക്കുന്നു, ആഹാരം കൊടുക്കുന്നു, എല്ലാവരും സന്തോഷിപ്പിക്കുന്നു, എന്തെങ്കിലും കൊടുത്തിട്ട് അതൊക്കെ ചെയ്യുന്നു. അതൊക്കെ എൻ്റെ ഭാഗമാണ്. ജനനം വരുമ്പോൾ, മരണം വരുമ്പോൾ, വിവാഹം വരുമ്പോൾ ഇതെല്ലാം യജ്ഞസങ്കല്പമായിട്ട് നമ്മൾ കണ്ടു. യജ്ഞസങ്കല്പം യജിക്കലാണ്. ത്യാഗത്തോടുകൂടി ആരാധനയാണ് യജനം. ത്യാഗത്തോടുകൂടി ആരാധനയാണ്. അപ്പം അത് നമ്മൾ മറന്നു പോകുന്നു നമ്മുടെ സമൂഹം. അപ്പം അതിനെ ഓർമ്മപ്പെടുത്താനാണ് മഹാത്മാക്കള് ഇത്തരം ഉത്സവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഭാരതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നദീ ഉത്സവങ്ങളുണ്ട്. നദി നമുക്ക് അമ്മയാണല്ലോ, ഗംഗ നമുക്ക് മാതാവാണല്ലോ. ഗംഗയ്ക്ക് മാതാവ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ എന്തിനും പ്രതിഷ്ഠയില്ലാത്തതൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാത്തിനും പ്രതിഷ്ഠയുണ്ട്. കാരണം ഇവിടെ ഈശ്വരനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പ്രഖ്യാപിച്ച നാട് ഈ ഭാരതമാണ്. സൂര്യനോ സൂര്യനാരായണനാണ്. സൂര്യനെ നാരായണനായിട്ട്, ചന്ദ്രനെ നമ്മൾ ആദ്യ ശിവന്റെ തലയിലിരിക്കുന്ന ചന്ദ്രചൂടനായിട്ട് നമ്മൾ ആരാധിക്കുന്നു. ചന്ദ്രക്കലയോടുകൂടി ആരാധിക്കുന്നു. ഇന്ദുചൂടനാണ് അവിടെ നമ്മൾ ആരാധിക്കുന്നു. അവർ ഗംഗയെ നമ്മൾ അവിടെയും ശിരസിലൂടെ ഒഴുകുന്ന ഇതെല്ലാം പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ്. ശിവന്റെ തലയിൽ കാണുന്ന എല്ലാം പ്രകൃതിയാണ്. അഗ്നി, ജലം, ഇതെല്ലാം നോക്കുക. പാമ്പ്, ഇതെല്ലാം നോക്കുക. പുലിത്തോല്, ഇതെല്ലാം പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ കുറിക്കുന്ന പ്രതീകാത്മകമായ ചിഹ്നങ്ങളാണ്. ഇതിലെല്ലാം നമ്മൾ കണ്ടത് ഈശ്വരനെയാണ്. അതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശിയാണ്. കാശി വെച്ച പ്രകാശിക്കുക. അറിവിന്റെ പ്രകാശം നിറഞ്ഞ നാടായിരുന്നു കാശി. വാരണാസി, വാരണാസി എന്ന് തുടങ്ങി 2 നദികളുടെ സമ്മേളനം നടക്കുന്ന സ്ഥലമാണ്.
അവിടെ പണ്ടുകാലം മുതലേ നമ്മുടെ എല്ലാം പുരാണങ്ങളുമായിട്ട് കഥകളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചിട്ടായിരിക്കും നമ്മുടെ ഉത്സവങ്ങളൊക്കെ നടക്കുക. അതൊരാവശ്യമാണ്. ചെറിയ കുഞ്ഞു മുതൽ ചിന്തിക്കുന്നവർക്ക് വരെ അതിൽ നിന്ന് പലതും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ചെറിയ കുട്ടികൾക്ക് പുരാണ കഥകൾ കേട്ട് കഴിഞ്ഞാൽ വേഗം അവരുടെ മനസ്സിൽ തന്നെ ഈ ഭാരതവുമായിട്ട് ഈ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരു ബന്ധം ചെറിയ കുട്ടികൾ മുതൽ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും കഥകളിലൂടെ. അവിടെ മുത്തശ്ശി കഥകളൊക്കെ ഉണ്ടായി. മുത്തശ്ശിമാർ ഈ കഥകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കഥകൾ കേട്ട് വളർന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഇന്ന് ആ പാരമ്പര്യമൊക്കെ എവിടെ പോയി എന്നറിയില്ല. അപ്പൊ എല്ലാ കഥകളുമായിട്ട് ബന്ധിച്ചു. അവിടെ നമുക്കറിയാം പാലാഴി മദന കഥ. പാലാഴി മദന കഥയിൽ ഗരുഡൻ പോയിട്ട് ദേവലോകം ആക്രമിച്ച് സ്വന്തം അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും അവിടെ ഉത്കടമായ ഒരു വികാരമായിട്ട് ആ ഗരുഡനിലൂടെ കാണിച്ചു തരികയാണ്. ദേവലോകം ആക്രമിച്ച് അമ്മയെ ദാസ്യവൃത്തിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗരുഡൻ എന്ന മകൻ പോയിട്ട് ദേവലോകം ആക്രമിച്ച് അവിടുന്ന് അമൃത കുംഭവുമായിട്ട് തിരിച്ചു വരികയാണ്. അത് 4 സ്ഥലത്ത് വെച്ച് വിശ്രമിക്കാൻ വേണ്ടി 4 സ്ഥലത്ത് വെച്ചപ്പോൾ ഒരു തുള്ളി അതിൽ വീണു എന്നാണ് ഇതൊക്കെ കഥാരൂപത്തിൽ പറയുന്നതാണ്. അമൃതൊക്കെ നമ്മുടെ ഉള്ളിലാണ്. അമൃത അവിടെ പ്രയാഗ്രാജില് കുംഭമേള നടക്കുമ്പോൾ അവിടെ 4 സ്ഥലത്ത് മാത്രമേ കുംഭമേള ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ അമൃതമാണ്. നമ്മൾ ഓരോരുത്തരും അമൃത കുംഭങ്ങളാണ്. കുംഭം എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ്. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന എന്താ? അമൃതമാണ്. അമൃതസ്യ പുത്രാഹ എന്ന് ഋഷി നമ്മളെ വിളിച്ചു. നിങ്ങൾ അമൃതത്വത്തിന്റെ പുത്രന്മാരാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അമൃതിനെ നമ്മൾ അറിയാതെ തേടാതെ മറ്റു പലതിന്റെ പിന്നാലെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പൊ ഈ 4 സ്ഥലങ്ങൾ വളരെയധികം വിശിഷ്ടങ്ങളായി തീർന്നു. കാരണം ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അമരത്വഭാവത്തിന്റെ ഉടമകളാണ് നമ്മൾ എന്ന പ്രഖ്യാപനമാണ്. പ്രയാഗ്രാജിലാണെങ്കിലും ഹരിദ്വാറിലാണെങ്കിലും നാസിക്കിലാണെങ്കിലും ഉജ്ജയിനിയിലാണ് ഈ 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2025 നടന്ന കുംഭമേള എന്ന് പറയുന്നത് 144 വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടായ 12 വർഷം കൂടുമ്പോൾ മഹാകുംഭമേളയാണ്. അതിൻ്റെ 12 ഗുണിതങ്ങളാണ് 144. അത് വലിയൊരു കുംഭമേളയായിട്ട് ആഘോഷിച്ചു. നമ്മളൊക്കെ എപ്പോഴാണ് പലരും കണ്ടത്? അതുവരെ നമ്മുടെ നാട്ടിലുള്ള കുംഭമേളയ്ക്ക് അധികം പേരൊന്നും പങ്കെടുക്കാറില്ല. കൂടി വന്ന ഒരു 1000-ന് താഴെ ആൾക്കാരൊക്കെ പോയിട്ട് പങ്കെടുക്കാറുള്ളായിരുന്നു. കഴിഞ്ഞ വർഷം ഈ കുംഭമേള നടക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള വിവരണങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഇവിടുന്ന് 3 ലക്ഷം പേരാണ് കേരളത്തിൽ നിന്ന് പോയത് ആ കുംഭമേളയിൽ പങ്കെടുക്കാനായിട്ട്. ആ കുംഭമേള കാണുന്നവരിൽ ഉണ്ടാക്കുന്ന ഒരു വികാരം നമ്മൾ വെറുതെ TV-യിൽ തന്നെ കണ്ടാൽ എന്തൊരു വികാരമാണ് നമ്മുടെ ഉള്ളിലുള്ളത്, അല്ലേ? അറിയാൻ മേലാത്ത ആൾക്കാർ പോലും അതിനെപ്പറ്റി അറിഞ്ഞു. ഇങ്ങനൊരു മഹത്വം, ഇത്രയും ജനങ്ങൾ, ഇത്രയും സമൂഹം, ഒരു വലിയ സംസ്കാരത്തിന്റെ വലിയൊരു സമൂഹം ഒന്നിച്ചു കൂടുന്ന ആരും സ്വയം നിയന്ത്രിതമായ ഒരു സമൂഹം അടുക്കും ചിട്ടയോടുകൂടി വരുന്നു. അവർ കുളിക്കുന്നു, സ്നാനം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, നാമജപങ്ങൾ കേൾക്കുന്നു, സത്സംഗങ്ങളിൽ അവർ മുഴുകുന്നു. കൽപ്പവാസം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. കൽപ്പവാസം അത് ഈ ദിവസങ്ങൾ മുഴുവൻ ഇരിക്കണം. അവർ ദിവസവും സ്നാനം ചെയ്യും, ദിവസവും ഇതിലൊക്കെ പങ്കെടുക്കും, സത്സംഗങ്ങൾ കേൾക്കും, നാമങ്ങൾ ജപിക്കും, അവരുടെ ഉപാസന ചെയ്യും. എല്ലാ വിഭാഗക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഭാരതത്തിലെ ഒരു വലിയ ഉത്സവമാണ്. എവിടുന്നൊക്കെ ആൾക്കാർ കണ്ടത്? പാകിസ്ഥാനിൽ നിന്ന് വരെ ഒളിഞ്ഞു കണ്ടു ആൾക്കാർ. അവിടെ നോക്കുകയായിരുന്നു എന്താണ് ഇത് സംഭവം. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് അവരെല്ലാം കാണാൻ വേണ്ടിയിട്ട് ചിലർ ഓടി വന്നു. പ്രത്യക്ഷമായിട്ട് പല ദുഃഖികളിൽ നിന്ന്, വിദേശങ്ങളിൽ നിന്ന് പോലും അത് കാണാൻ, അതിലൊന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൊതിച്ചു വന്നു. കാരണം എത്ര സമ്പ്രദായങ്ങളാണ് നമുക്കുള്ളത്. നമ്മളിതൊന്നും ഏകീകരിക്കാൻ നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ ഒറ്റ മതം മാത്രമേ മതി, ഇവിടെ ഒരു മതം മാത്രം മതി, ബാക്കിയെല്ലാം നരകത്തിലേക്ക് പോകും നമ്മൾ പറഞ്ഞില്ല. ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ശൈവവും ശാക്തേയവും നാദവും തന്ത്രവും സകല വൈഷ്ണവവും എത്ര സമ്പ്രദായങ്ങളാ, എത്ര സന്യാസി സമ്പ്രദായങ്ങളാ, എത്ര അല്ലാതെയുള്ള സമ്പ്രദായങ്ങളാണ് ഇവിടെ നിലവിലുള്ളത്. കാട്ടുനിവാസികൾ മുതൽ ആ പ്രാകൃതരെന്ന് നമ്മൾ വിളിക്കുന്നത്, അവരൊന്നും സത്യത്തിൽ പ്രാകൃതം എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ ചിട്ടയുണ്ട്, അവരുടേതായ ആരാധനാ രീതികളുണ്ട്, ഉപാസനയുണ്ട്. അതിനെയൊക്കെ നമുക്ക് തരാൻ പറ്റില്ല. ഇവിടെ എല്ലാത്തിനെയും അംഗീകരിച്ചില്ല.
രാജസികവും താമസികവും സാത്വികവുമായ ഉപാസന രീതികൾ അവലംബിക്കുന്ന എല്ലാവരെയും, അതാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മ എന്നുള്ള സങ്കല്പം എന്ന് വെച്ചാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. ഇത് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിവിടെ പറയും ചിലർ തമ്മിലടിക്കുന്നു, അവർ തമ്മിലടിക്കുന്നു, ജാതീയമായിട്ട് ഒരുപാട് പ്രശ്നം. ഇവിടെ ജാതി അങ്ങനെ നിൽക്കട്ടെ, മനുഷ്യജാതി, മൃഗജാതി, പക്ഷിജാതി, വൃക്ഷജാതി, ഇങ്ങനെ ജാതികളൊക്കെ ഉണ്ടാവും, ഇരിക്കട്ടെ, അതൊക്കെ ഇരിക്കട്ടെ. പക്ഷെ നമ്മളൊരു ലക്ഷ്യത്തിന്റെ പേരിൽ ഒന്നിക്കണം. ആ ലക്ഷ്യമാണ്, ആ ലക്ഷ്യത്തിന്റെ പേരിൽ ഒന്നിക്കുന്നതിനാണ് ശരിക്കും പറഞ്ഞാൽ കുംഭമേളയുടെ പ്രാധാന്യം. അവിടെ നമ്മൾ തിരിച്ചറിയുകയാണ്. എനിക്കിഷ്ടമുള്ളത് കാണാം, എനിക്കിഷ്ടമുള്ളത് പങ്കെടുക്കാം, എനിക്ക് സ്നാനം ചെയ്യണമെങ്കിൽ സ്നാനം ചെയ്യാം, എനിക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം, ഏത് സമ്പ്രദായങ്ങളിൽ പോകണോ അത് പോകാം, അതിലൂടെ അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം. അതിനുള്ള വലിയ ഒരു അവസരമാണ് കുംഭമേള സൃഷ്ടിക്കുന്നത്. ആ ഗവൺമെന്റ് ഒരു സംസ്കാരത്തെ അംഗീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് അവരത് നേരത്തെ പ്ലാൻ ചെയ്തു. 7,000 കോടി അവർ മുടക്കിയിട്ട് ലക്ഷം കോടികൾ ആ സ്റ്റേറ്റിന് വേണ്ടി അവരുണ്ടാക്കി. ലക്ഷം കോടികൾ പണം ഉണ്ടാക്കാൻ പറ്റില്ല. അവരത് പ്രതീക്ഷിച്ചിട്ടുമല്ല, അത്രയും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ജനങ്ങൾ വന്നു, ജനങ്ങൾ സഹകരിച്ചു, ജനങ്ങൾ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു, ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ വാങ്ങുന്നു. ഇതൊക്കെ അവിടെ ഒരു മുതൽക്കൂട്ടായിട്ട് മാറി. ഇത് ആ ഗവൺമെന്റിന് ആ സംസ്കാരമുള്ളത്, ഭരണകൂടത്തിനൊരു സംസ്കാരം ഉണ്ടാകും, ഭരിക്കുന്നവർക്കൊരു സംസ്കാരം ഉണ്ടാകും. ആ സംസ്കാരം നമ്മുടെ കേരളത്തിന് ഇല്ല എന്നുള്ളത് വലിയ കഷ്ടമാണ്. നമ്മുടെ ഇവിടെ കുംഭമേളയുടെ ചരിത്രം, ഇവിടെ ഞാൻ ആദ്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുംഭമേള ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു സത്യത്തിൽ. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ തിരൂർ ദിനേശ് എന്ന് പറഞ്ഞ ആളുടെ പുസ്തകം എടുത്ത് വായിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു കുംഭമേള രീതിയിൽ ഇവിടെ സ്നാനം ഉണ്ടായിരുന്നു, സന്യാസിമാർ പങ്കെടുത്തിരുന്നു, രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു, അതിൽ പെരുമാക്കന്മാരുടെ തെരഞ്ഞെടുപ്പുകൾ അവിടെ വെച്ചായിരുന്നു. 12 വർഷം കൂടുമ്പോൾ ഈ നാടൊട്ടാകെ ഈ മലയാള ഭൂമി മൊത്തം ഭരിക്കുന്ന രീതിയിലുള്ള പെരുമാക്കന്മാരെ തെരഞ്ഞെടുത്തിരുന്ന, അന്ന് ചെറിയ ചെറിയ സാമന്ത രാജാക്കന്മാരെല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. അവരെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പെരുമാൾ, ഇതിനെല്ലാം ഭരിക്കുന്ന ഒരു ക്രമം കൂടെ ഉണ്ടായിരുന്നു. ആ പെരുമാളിനെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങ് ഈ കുംഭമേളയിലാണ് നടന്നിരിക്കുന്നത്. അത് പിന്നീടാണ് ഈ വള്ളൂർക്കോനാതിരിയും സാമനീതിയൊക്കെ പിന്നീട് വന്നതാണ്. 13-ാം നൂറ്റാണ്ടിൽ 14-ാം നൂറ്റാണ്ടിൽ വന്നിട്ട് അവർ തമ്മിൽ വഴക്കായി, പിന്നെ വടംവലിയായി. അവരെ തമ്മിലടിപ്പിച്ചത് ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കളിയുണ്ട് കേട്ടോ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനെ തമ്മിലടിപ്പിച്ചു ചിലർ, ഇവരെ തമ്മിൽ. സാമൂതിരി അതുവരെ വള്ളൂർക്കോനാതിരി നടത്തിയിരുന്നതാണ്. സാമൂതിരിയെ കുത്തിത്തിരുകി വള്ളൂർക്കോനാതിരിയുടെ സ്ഥാനം തട്ടിയെടുത്തു, നിലപാട് തറയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ചാവേറുകളെ കൊണ്ട് രക്തപ്പുഴ പിന്നീട് ഒഴുക്കി. അതുവരെയും അവിടെ രക്തപ്പുഴ ഒഴുകിയിരുന്നില്ല, നിളശാന്തമായിട്ടൊഴുകി, നിളഭംഗിയായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന നദിയായിരുന്നു അത് നദിയെന്നും ആറെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്, പെരിയോർന്ന് വിളിക്കുന്നുണ്ട്, നദി എന്ന് വിളിക്കുന്നുണ്ട്, ഭാരതപ്പുഴയെന്ന് വിളിക്കുന്നുണ്ട്. ഇതിലൊക്കെ ചേറുള്ള സ്ഥലമാണ് ആറ്. പുഴയെന്ന് പറഞ്ഞാൽ മണലുണ്ടെന്നാണ്. അത് നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്ക് കളകളാരവം പൊഴിച്ച് ഒഴുകുന്ന നദി, അത് നദി എന്ന് പറയും. അവിടെ മണലുണ്ടാകണമെന്നില്ല, അവിടെ ഇങ്ങനെ കല്ലിൽ തട്ടി ഇങ്ങനെ ഒഴുകി വരുന്ന ഭാവത്തിലാണ് ഈ നദി വരുന്നത്. മറ്റേത് കുറച്ച് മണലുകൾ ഉണ്ടാവും പുഴയാവുമ്പോൾ. ഇതിലെല്ലാം ഉണ്ട്. ഇത് 3 ചേർന്നതാണ് ഭാരതപ്പുഴ. ആ ഭാഗമാണ് അതിൻ്റെ തുടക്കത്തിൽ ഭാരതപ്പുഴ എന്നല്ല അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞാലും ഭാരതപ്പുഴ പൊന്നാനി വരെയുള്ള ഭാഗങ്ങളാണ് ഭാരതപ്പുഴ എന്ന. ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു നദിക്ക് ഒരു ദേശത്തിൻ്റെ പേര് വരുന്നത് ആദ്യമായിട്ടാണ്. വേറെ എവിടെയില്ല, ഭാരതത്തിൽ എവിടെയില്ല. ഭാരതപ്പുഴ എന്ന് വിളിക്കുന്ന ഭാസിന്റെ നദിയാണത്, അറിവിന്റെ നദിയാണ്, പ്രകാശം പരത്തുന്ന നദിയാണത്. അങ്ങനെ ഒരു നദിക്കൊരു പേര് വന്നു. കാരണം ഭാരതത്തിലെ എല്ലാ നദികളുടെയും സാന്നിധ്യം അവിടെ മാഘമാസത്തിലുണ്ടാവും. നമ്മളിവിടെ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്, രാഹുപൂജ, ശനി പൂജ തുടങ്ങിയ പൂജകളൊക്കെ. നമ്മുടെ ജീവിതത്തിൽ ഈ അണ്ടകടാഹങ്ങളും ചേർന്നതാണ് നമ്മളൊക്കെ സമഷ്ടി വെഷ്ടി. നമ്മളെ ഒരു രോമം ശരീരത്തിലുണ്ട്, ഒരു രോമം പറിച്ചാൽ വേദന ഉണ്ടാവും ശരീരത്തിൽ, അല്ലേ? വേദന ഉണ്ടാവും, നമുക്ക് അറിയാൻ പറ്റും. ലക്ഷക്കണക്കിന് രോഗങ്ങളുണ്ട്. ഒരെണ്ണം പോട്ടാന്ന് പറഞ്ഞ് അതിനെ പറിച്ചു കളയാൻ പറ്റും, തലമുടിയൊന്നും പറിച്ചു കളയാൻ പറ്റും. പറിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും, വേദന നമുക്ക് അനുഭവിക്കണം. അതുപോലെ നമ്മളൊക്കെ ഈ പ്രപഞ്ചമാകുന്ന ശരീരത്തിൽ ഓരോ തലമുടിയാണ് പോലെയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു ഭാഗങ്ങളാണ്. അതിൻ്റെ കണ്ണോ മൂക്കോ ചെവിയോ അല്ലെങ്കിൽ വിരലുകളോ കാലുകളോ
ഏതെങ്കിലും അവയവങ്ങളായിരിക്കും നമ്മളൊക്കെ. എല്ലാവരും ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും സമഷ്ടി. ആ സമഷ്ടിയെ ഉൾക്കൊള്ളുന്നതാണ് സത്യത്തിൽ ഉത്സവം. അപ്പോൾ അതിലെ എല്ലാ നദികളെയും നമ്മൾ ഉൾക്കൊള്ളുന്നു. ആ നദികളെല്ലാം ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും എല്ലാം ആ സാന്നിധ്യം കൊണ്ട് ബ്രഹ്മാവ് ഈ നാടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ക്ഷേത്രമാണ് ആദ്യം ഉണ്ടാക്കിയത്. ഈ നാടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പൂജ നടത്തി. പരശുരാമനാണ് ആദ്യം ക്ഷേത്രം 108 ക്ഷേത്രങ്ങളെ നിർമ്മിച്ചെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലെ യാഗങ്ങൾ, യജ്ഞങ്ങൾ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മാവ് വഴിക്ക് ആ യാഗം നടത്താൻ പരശുരാമൻ തീരുമാനിച്ചു. അങ്ങനെ ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ബ്രഹ്മക്ഷേത്രത്തിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ബ്രഹ്മാവ് ഇങ്ങനെ ഹവിസ് ഒഴിക്കുന്ന യജ്ഞകുണ്ടത്തിലേക്ക് ഹവിസ് അർപ്പിക്കുന്ന രീതിയിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്. തൊട്ടപ്പുറയുണ്ട് ക്ഷേത്രം, ശിവക്ഷേത്രമുണ്ട് തൊട്ടപ്പുറം. അത് കഴിഞ്ഞ് അക്കരെയാണ് തിരുനാവായ ഭാഗത്താണ് നവാമുകുന്ദൻ. അവിടെ എല്ലാവരും പോകുമായിരുന്നു നേരത്തെ തന്നെ, കാരണം പിതൃകർമ്മങ്ങൾക്ക് വളരെ പ്രശസ്തമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു നിയോഗം, അമ്മയുടെ നിയോഗമാണ്. പണ്ട് അമ്മ കോഴിക്കോടൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ആശ്രമത്തിൽ നിന്ന് വരുന്നവരെല്ലാവരും അമ്മ ഈ പുഴയിൽ ഇറങ്ങുമായിരുന്നു. കോഴിക്കോട് കുറ്റിപ്പുറത്ത് അവിടെ ഇറങ്ങിയിട്ട് അമ്മ നദിയിൽ മുങ്ങും. അമ്മ ആ സമയത്ത് ഞങ്ങളെല്ലാവരും മുങ്ങിയിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ അമ്മ നേരത്തെ കണ്ടു കാണും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ അതിൽ മുങ്ങി. കാരണം അമ്മ മുങ്ങിയാൽ അത് പവിത്രമായി, ഒരു സംശയമില്ല. മഹാത്മാക്കളുടെ പാദസ്പർശം കൊണ്ടാണ് നദികളും മലകളും പുണ്യസ്ഥലങ്ങളും എല്ലാം അവരുടെ സ്പർശം കൊണ്ടുണ്ടാകുന്നതാണ്, സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പൊ അമ്മയുടെ സാന്നിധ്യം അതിൽ വന്നു കഴിഞ്ഞു, അമ്മയുടെ സങ്കല്പം അതിൽ വന്നു കഴിഞ്ഞു. ഈ വെള്ളത്തിന്, ജലത്തിന് ഓർമ്മയുണ്ടെന്ന് പറയാറുണ്ട്. ഓർമ്മ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഒന്നാണ് ജലം എന്ന് പറയും. നമ്മുടെ വയറ്റിൽ പോലും ജലം ശുദ്ധമായിരിക്കണം, ജലത്തെ തീർത്ഥമാക്കണം. 60% നമ്മുടെ ഉള്ളിൽ ജലമാണ്. അവ ജലത്തിലൊരു പൊങ്ങി നിവരുമ്പോൾ നമ്മുടെ ഉള്ളിൽ മഹാത്മാക്കളുടെ ആ ആത്മീയ സ്പന്ദനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. നമ്മളെ ഉത്തേജിപ്പിക്കുന്നു, ഉണർത്തുന്നു, ആത്മീയതയിലേക്ക് ഉണർത്തുന്നു, നമ്മളെ ദൈവികതയിലേക്ക് ഉണർത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അമ്മ മുങ്ങി നിവരുമ്പോൾ ഒരുപക്ഷെ അന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടായില്ല. അമ്മ നദിയിൽ മുമ്പ് നദിയെ തൊട്ടാൽ നമസ്കരിക്കുന്നു, ഇത് ഗായത്രി മന്ത്രം ജപിച്ചിട്ട് എല്ലാവരും കൊണ്ടും അമ്മ സ്നാനം ചെയ്യിക്കുന്നു. അമ്മയ്ക്ക് അതെല്ലാം പവിത്രമാണ്. നമ്മുടെ സങ്കല്പം അങ്ങനെയാണ്. നമ്മളെല്ലാത്തിനെയും പവിത്രമായിട്ട് കാണാനാണ് അമ്മ പഠിപ്പിക്കുന്നത്. ഒരു വൃക്ഷത്തെ കൊണ്ട് അമ്മ അതിനെ ഉമ്മ വയ്ക്കുന്നതാണ്. എത്ര ചേതോഹരമാണ് ആ കാഴ്ച തന്നെ. അമ്മ അതിനെ എടുത്ത് കൊച്ചു കുഞ്ഞിനെ എടുക്കുന്ന പോലെ അമ്മ അതിനെ എടുക്കുന്നതും ലാളിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും എല്ലാം നോക്കിയാൽ അത്ഭുതകരമാണ്. അപ്പൊ അമ്മയുടെ വാത്സല്യം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വാത്സല്യം, അമ്മ യഥാർത്ഥ അമ്മയുടെ വാത്സല്യമാണ്. അമ്മയ്ക്ക് ഒന്നും അന്യമല്ലല്ലോ. ഒരു സ്ഥലത്ത് അമ്മ പോകുന്ന വഴിക്ക് യാത്രയിൽ നായ പട്ടിണി കിടക്കുന്ന എല്ലും തൂലുമായിട്ട് കിടക്കുന്ന നായ കണ്ടപ്പോൾ അമ്മ കാറിന്റെ ഡിക്കി തുറന്ന്, കാർ അവിടെ നിർത്തി കാറിന്റെ ഡിക്കി തുറന്ന് നല്ല പാത്രത്തിൽ അതിന് കൊണ്ടുപോയിട്ട് ആഹാരം കൊടുക്കാൻ പറയും. പാത്രത്തിൽ അത് എടുത്ത് എങ്ങനെയെങ്കിലും ഇട്ട് കൊടുക്കാനല്ല അമ്മ പറയുന്നത്, നല്ല പാത്രത്തിൽ വെച്ച് കൊടുക്കാൻ. അതിനോടുള്ള ആദരവ് അമ്മയ്ക്ക് അതൊന്നും അന്യമല്ല. പട്ടിയും പൂച്ചയും ഒന്നും അമ്മയ്ക്ക് അന്യമല്ല. നമുക്ക് പട്ടി പട്ടിയാണ്, പൂച്ച പൂച്ചയാണ്. അമ്മയ്ക്ക് അതെല്ലാം തൻ്റെ തന്നെ പ്രതിബിംബങ്ങളാണ്, തൻ്റെ തന്നെ വിപുലീകരണമാണ്, തൻ്റെ തന്നെ ആത്മചൈതന്യത്തിൻ്റെ പ്രതിഫലനമാണ് ഇതെല്ലാം. അമ്മ അങ്ങനെയാണ് കാണുന്നത് എല്ലാത്തിനെയും. അപ്പം ആ ഭാവം അമ്മ അവിടെ സ്നാനം ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ആ ഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ശരി, ആ നിയോഗമായിരിക്കാം. 2016 അവിടെ ഈ തിരൂർ ദിനേശ് നമ്മുടെ താനൂർ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതായാലും ബന്ധപ്പെട്ട സമയത്ത് ഇങ്ങനെ ഒരു പരിപാടിയെ പറ്റി ആലോചിച്ചു. അവിടെ എന്തെങ്കിലും നടക്കും. കാരണം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മളെ തിരുവിതാംകൂർ പ്രദേശത്തു നിന്ന് അത്ര അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല. ടിപ്പു സുൽത്താൻ്റെ ഹൈദരലിയുടെ ആക്രമണം മൂലം നിരവധി ക്ഷേത്രങ്ങൾ തകർത്തു, നിരവധി പേരെ കൊന്നൊടുക്കി, നിരവധി പേരെ മതം മാറ്റി. ഞാൻ 2 ദിവസമാണ് അവിടെ പോകാൻ എനിക്ക് സാധിച്ചുള്ളൂ. അവിടെ തുടങ്ങി 16-ാം തീയതി, അവിടെ ഫെബ്രുവരി 16-ാം തീയതി തുടങ്ങിയ സമയത്ത് പിതൃകർമ്മങ്ങളാണ് 3 ദിവസം. കാരണം ഒരുപാട് രക്തം ഒഴുക്കിയതാണ്, ഒരുപാട് ആത്മാക്കളുടെ വേദനകൾ പിടയുന്ന ഒരു ഭൂമി കൂടിയായിരുന്നു അവിടെ. അപ്പം അവിടെ പിതൃതർപ്പണം ചെയ്തു 3 ദിവസം പിതൃതർപ്പണങ്ങളായിരുന്നു. അവിടെ തിരുനാവായിൽ അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. ജനങ്ങളൊക്കെ അവിടെ ഉള്ളവരൊക്കെ അവിടെയാണ് പോകുന്നത് സാധാരണ രീതിയിൽ. അപ്പം അതെല്ലാം ചെയ്തു. 18-ാം തീയതി ആണ് കൊടിയേറ്റം തുടങ്ങിയത്. അന്ന് ഒരു പാലമുണ്ട് തിരുനാവായ്ക്ക്.
തിരുനാവയും മറ്റേ തവനൂരും തമ്മിൽ, തവനൂർ താപസന്മാരുടെ ഊരായിരുന്നത് കൊണ്ടാണ് തവനൂർ എന്നുള്ള പേര് വന്നത്. അവിടേക്കൊരു പാലമുണ്ട്. ഈ പാലം ഉണ്ടാക്കിയത് ഈ പരിപാടി നടത്താൻ വേണ്ട. പരിപാടി നടത്തും ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരണമല്ലോ, ബ്രഹ്മക്ഷേത്രം കാണണം. അതാണ് യാഗഭൂമി. തവനൂർ ഭാഗമാണ് ശരിക്കും ബ്രഹ്മാവ് യാഗം നടത്തി എന്ന് പറയപ്പെടുന്ന ഭൂമി അതാണ്. അപ്പം അവിടേക്ക് വന്ന് ജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്രാവശ്യം ഇതിനോട് യോജിച്ചുകൊണ്ട് അമ്മയുടെ അന്ന് തന്നെ രക്ഷാധികാരിത്വം അമ്മ വഹിച്ചു. 2016 മുതൽ രക്ഷാധികാരിത്വം വഹിക്കുന്നുണ്ട് അമ്മ. അപ്പം അമ്മയുടെ സങ്കല്പങ്ങൾ പയ്യെ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് കണ്ടില്ലേ? അപ്പോൾ തുടക്കം മുതൽ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് മഹാമണ്ഡലേശ്വരത്തി, മാർക്സിൽ നിന്ന് മഹർഷിയിലേക്ക് എന്ന് പറഞ്ഞ് പണ്ട് പരമേശ്വർജി ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. മാർക്സിൽ നിന്ന് മഹർഷിയിലേക്ക്. മാർക്സ് എന്ന സങ്കല്പത്തിൽ നിന്ന്, ആ മാർക്സിന്റെ ആ ഒരു നിരീശ്വരവാദ സങ്കല്പത്തിൽ നിന്ന് മഹർഷിയുടെ സങ്കല്പത്തിലേക്ക്. കാരണം ഈശ്വരനാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്നുള്ള സങ്കല്പം, എല്ലാത്തിനെയും ആദരിക്കുന്ന, എല്ലാത്തിനെയും സ്നേഹിക്കുന്ന ആ സങ്കല്പത്തിലേക്ക് ഉയരുന്ന വിധം ഒരു മനുഷ്യന്റെ തീർത്ഥയാത്രയാണ് ജീവിതം. ഭ്രാന്താലയത്തെ തീർത്ഥാലയമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഉത്സവങ്ങളൊക്കെ. അമ്മ നടത്തുന്നതും ഒക്കെ ഉത്സവങ്ങൾ അതാണ്. ഭ്രാന്താലയത്തെ, നമ്മുടെ മനസ്സ് തന്നെയാണ് ഭ്രാന്താലയം. ആലയം ഈ വീടാണ്, ഈ ശരീരം തന്നെയാണ്, ഈ മനസ്സാണ്. അതിനെ തീർത്ഥാലയമാക്കി മാറ്റേണ്ട ചടങ്ങുകളുണ്ട്. ആ ചടങ്ങിലൂടെയാണ് തീർത്ഥാലയമാക്കി മാറ്റേണ്ടത് നമ്മൾ. അതിനുള്ള ചര്യകളെല്ലാം അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും അമ്മയുടെ നിയമം കണ്ടായിരിക്കണം മഹാമണ്ഡലേശ്വരൻ. അതും അദ്ദേഹം 8 കേസിൽ പ്രതിയാണ്. 8 കേസിൽ പ്രതിയാണ്. തൃശ്ശൂരിലെ മഹാരാജാസ് കോളേജിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പഠിച്ചത്. എന്നിട്ട് ജേർണലിസം ഒക്കെ എടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചു. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സന്ദീപ് ചൈതന്യാണ്. കുറച്ച് തല ഒന്ന് മാറിപ്പോയെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എവിടെയാണ് ഒരു വശം പറ്റി. അതുകൊണ്ട് ഈ സന്ദീപ് ചൈതന്യയുടെ ഒരു പരിപാടി നടന്ന സമയത്ത് എറണാകുളത്ത് വെച്ച് 41 ദിവസം ഗീത അന്ന് നന്നായിട്ട് എടുത്തിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. മുഴുവൻ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഭഗവത്ഗീതയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹം ജേർണലിസ്റ്റായിരുന്നു. ഇദ്ദേഹം പോയി അതിനകത്ത് കുറിച്ചെടുത്തിട്ട് ദിവസവും പേപ്പറിൽ ഒരു കഷ്ണം തുണ്ടിൽ എഴുതി കൊടുക്കുമായിരുന്നു. അതിൽ ആ പേപ്പറിൽ ന്യൂസ് വരാൻ പറ്റും ദിവസവും. എന്ന് ആലോചിച്ചോട്ടെ, ഈ മനുഷ്യനാണ് അവിടെ ഈ കേസിൽ പ്രതി ആയതിനു ശേഷം നേരെ ഒരു മനുഷ്യന്റെ, ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ രാമായണത്തിലെ വാൽമീകിയുടെ കാര്യമില്ല. രത്നാകരൻ വാൽമീകി ആയതുപോലെ ഇദ്ദേഹം ഒരു വാൽമീകി ഇതെല്ലാം പൊളിച്ച്, പുറ്റൊക്കെ പൊളിച്ച്, അജ്ഞാനത്തിന്റെ പുറ്റെല്ലാം പൊളിച്ച് പുറത്തേക്ക് വന്നത് മഹർഷിയായിട്ട്. അതും എവിടെ വെച്ച്? കുംഭമേള, പ്രയാഗരാജിലെ കുംഭമേള. അവിടെ ചെന്ന് പെട്ടു അദ്ദേഹം. രക്ഷപ്പെടാൻ വേണ്ടി പോയതാണ്. ശരിക്കും രക്ഷപ്പെട്ടു അദ്ദേഹം. രക്ഷപ്പെടുത്താൻ മറ്റുള്ളവരെ പ്രാപ്തനാക്കാൻ കൂടി അദ്ദേഹം മുന്നോട്ട് വരുന്ന ഒരു സന്ദർഭമാണ് പിന്നീട് കാണുന്നത്. ആലോചിച്ച് നോക്ക് അതിന്റെ സ്വാധീനം, ആ കുംഭമേളയുടെ സ്വാധീനം, സജ്ജനങ്ങളുടെ സാന്നിധ്യം, ഋഷീശ്വരന്മാരുടെ സാന്നിധ്യം, തപസ്വികളുടെ സാന്നിധ്യം ഒരു മനുഷ്യനെ മാറ്റിമറിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. പുതിയൊരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം വരുന്നത്. പുതിയൊരു കാഴ്ചപ്പാടുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇതുവരെ കണ്ണ് പൊട്ടിയിരുന്ന ഒരാൾക്ക് ഒരു ദിവസം കണ്ണ് തെളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കണ്ണ് കാണാനായാൽ അയാൾക്ക് പുതിയ ഒരു ഓപ്പറേഷൻ നടത്തി അയാളുടെ കണ്ണൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാകും ഒരു സന്തോഷം. ആലോചിക്കുക. അതാണ് മാർക്സിൽ നിന്ന് മഹർഷിയിലേക്ക് എന്ന് പറയുന്നത് പോലെ ശരിക്കും ആ ഒരു സിദ്ധാന്തത്തിൽ നാസ്തികതയിൽ നാസ്തികതയുടെ പൂർണ്ണതയിലേക്ക് വരുന്നതാണത്. ഇവിടെ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ സ്നേഹം ഈ പ്രപഞ്ചത്തോട്, ചുറ്റുപാടുകളോട്, സഹോദരങ്ങളോട്, സഹോദരികളോട്, പക്ഷികളോട്, മൃഗങ്ങളോട്, നക്ഷത്രങ്ങളോട്, ഇതിനോടെല്ലാം നമുക്ക് ഉണ്ടാകുന്ന അപ്പോഴാണ്. ഏതായാലും ശരി, ആ മനുഷ്യൻ്റെ ആ ഒരു ബോധം അവിടെ വന്നപ്പോൾ തിരൂർ ദിനേശനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന യാഗഭൂമിയായിരുന്നു. ആ യാഗഭൂമിയിൽ ആളുകൾ അത്രയും ജനങ്ങൾ സന്ദർഭവശാൽ ആ കാലഘട്ടങ്ങളിൽ മലയാള ദേശത്തുള്ള ആളുകളെല്ലാം അവിടെ സമ്മേളിച്ചിരുന്നത് കൊണ്ടാണ് അവിടെ വെച്ചിട്ട് രാജാക്കന്മാരെ, പെരുമാക്കന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങുണ്ടായത്. ശരിക്കും അവിടെ വെച്ചിട്ട് നിലപാട് പറയുന്നുണ്ട്. ആ നിലപാട് പറയുന്ന ഒന്ന് നിൽക്കും അദ്ദേഹം. എന്നിട്ട് അടുത്ത വർഷങ്ങളിൽ 12 വർഷങ്ങളിൽ നടത്താൻ പോകുന്ന പ്ലാനുകൾ എന്തൊക്കെയാണ് പ്രഖ്യാപിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് എന്താണെന്ന് പ്രഖ്യാപിക്കുന്നത് ആ സമയത്താണ് ശരിക്കും. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത അദ്ദേഹമാണ് പിന്നെ എല്ലാ രാജാക്കന്മാരെയും നിയന്ത്രിച്ച് ഭരിച്ചുകൊണ്ടിരുന്നത് സുന്ദരമായിട്ട്. അവിടെ പിന്നീട് രക്തക്കളമാക്കി മാറ്റി. പിന്നീടെന്താ 1921 വന്നപ്പോൾ ആ മലപ്പുറം ജില്ല നമ്മുടെ സാംസ്കാരിക നഗരി
നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയാവുന്ന മലപ്പുറം ജില്ല, തുഞ്ചത്തെഴുത്തച്ഛൻ്റെയും മേൽപ്പത്തൂരിൻ്റെയും അങ്ങനെയുള്ളവരുടെ എല്ലാം മഹാത്മാക്കളുടെ എല്ലാം സാന്നിധ്യം കൊണ്ട് ധന്യമായ ഒരു പ്രദേശമാണ്. ഒരുപാട് മഹാത്മാക്കൾ അവിടെ ഉണ്ടായിരുന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ പോലും ഒന്നും അവിടെ വെക്കാൻ പറ്റില്ല. നമ്മൾ അവഗണിച്ചിട്ട് ഏത് മൂല കിടക്കുക പറമ്പില്ല, വെക്കാൻ സമ്മതിക്കുന്നില്ല. വെക്കാൻ സമ്മതിക്കാത്ത എന്തു നമ്മുടെ സംസ്കാരത്തെ പറ്റി ബോധമുണ്ടെങ്കിൽ ഒരിക്കലും ഇത് അനുവദിക്കാതിരിക്കില്ല. ഇന്തോനേഷ്യയിൽ രാമന്റെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനതയുള്ളൊരു വിഭാഗം ദേശമുള്ള ഇന്തോനേഷ്യയിലാണ്. ആ വിഭാഗം രാമനെ വെക്കുന്നു, ഗണപതിയെ വെക്കുന്നു. ഗണപതി അവരുടെ നാണയങ്ങളിലും ഗണപതിയുണ്ട്, രാമനുണ്ട്, രാമന്റെ ചരിത്രമുണ്ട്, രാമായണമുണ്ട്. എല്ലാവരുടെയും ആദരിക്കുക. നമ്മൾ ആരെയും മതം മാറ്റുന്നില്ലല്ലോ. ഈ മതം മാറ്റാതെ എല്ലാത്തിനും മതനിരപേക്ഷത എന്നുള്ള സങ്കല്പം നമ്മുടേതാണ്. വേറെ ഏത് മതത്തിനാണുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിൽ ഒരു മതത്തിനും അങ്ങനെ ഒരു സിദ്ധാന്തം, ഈ മതനിരപേക്ഷത എന്നുള്ള സങ്കല്പം ഇല്ല. സിദ്ധാന്തം എല്ലാത്തിനെയും സ്വീകരിക്കുന്ന സിദ്ധാന്തം ഇല്ല. അത് നമുക്കുള്ളതാണ്. ഭാരതത്തിന്റെ മണ്ണിന്റെ മഹത്വമാണ്. അതുകൊണ്ടാണ് ഭാരതം അമ്മയായത്, എല്ലാ മതങ്ങളുടെയും മാതാവായത്. അതുകൊണ്ടാണ് ഈ സങ്കല്പത്തെ നമുക്ക് പുനഃപ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കുംഭമേളകൾ പോലെയുള്ള അരങ്ങേറ്റങ്ങൾ ഇവിടെ നടക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കിക്കൂടാ. അപ്പം എന്തായാലും ശരി, അവിടെ ഞാൻ പോയ സമയത്ത്, തിരുനാവായിൽ പോയ സമയത്ത് മഹാമണ്ഡലേശ്വരനെ ഒന്ന് കണ്ടു. പോകുന്ന സമയത്ത് ആദ്യത്തെ പ്രാവശ്യം കണ്ടില്ല. ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ 23-ാം തീയതിയാണ് പോയത്. അന്ന് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണണമെന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞു. നോക്കിയപ്പോഴാണ് സ്റ്റാലിൻ അവിടെ രഥം മുടക്കി, രഥയാത്ര. തിരുമൂർത്തി മല അവിടെ നിന്ന് ഒഴുകി വരുന്നതാണ് ഈ ഭാരതപ്പുഴ. അവിടെ ആ സ്ഥാനത്ത് നിന്നാണ് ഇവർ രഥം കൊണ്ടുവരുന്നത്. ആരാച്ചോട്ട് എന്തൊരു കഷ്ടമാണ്. ഒരു സംസ്കാരത്തെ എതിർക്കുന്നത് ഒരു ഭരണാധികാരി അവിടെ വെച്ച് തടഞ്ഞു. എന്നിട്ട് അതിൻ്റെ പാർട്സ് ബൈ പാർട്സ് ആയിട്ടെല്ലാം ഊരിയെടുത്ത് പാലക്കാട് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടാണ് പിന്നെ രഥയാത്ര ആരംഭിച്ചത്. ഒന്നും വഴക്കിനൊന്നും പോയില്ല, ആരും വഴക്കിന് പോയില്ല. അത് നമ്മുടെ സംസ്കാരം. വഴക്കിന് പോകാതെ തന്നെ അവർ പാലക്കാട് കൊണ്ടുവന്നു, പിന്നെ രഥം എഴുന്നള്ളിച്ചു. അപ്പം അദ്ദേഹം അതിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്, മഹാമണ്ഡലേശ്വരൻ അതിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ പോയത് ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി കയറി രാവിലെ ഇറങ്ങി സ്നാനം ചെയ്തു. അത് കഴിഞ്ഞ് സ്നാനം ചെയ്ത് അന്നും മഹാമണ്ഡലേശ്വരം അവിടെ സ്നാനമൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് നേരത്തെ തന്നെ നടന്നു. നമ്മളൊക്കെ എത്തുന്നതിന് മുമ്പ് അവിടെ സ്നാനം നടന്നു. ഒരു ചടങ്ങ് പോലെയാണ് ചെയ്തത്. സന്യാസിമാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഒരുമിച്ച് നിന്നിട്ട് അവരുടെ ക്രമം ഉണ്ടാവും. ആ ക്രമത്തിൽ നിന്നിട്ട് മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് ഒരു ക്രമമായ രീതിയിലാണ് ആ സ്നാനമൊക്കെ ചെയ്തത്. പ്രത്യേക തരത്തിലുള്ള സ്നാനമാണ്. അതിൽ അവരെല്ലാം മുങ്ങി നിവർന്നു. അതിൻ്റെ തിരക്കിലായിരുന്നു. ഞങ്ങൾ അപ്പുറം പോയി, തവനൂർ പോയിട്ട് അച്യുതാനന്ദപുരി സ്വാമിയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം പങ്കെടുത്തു. ഞാനും അതിൽ പങ്കെടുക്കാൻ ഇടയായി. എന്തായാലും അത് കഴിഞ്ഞ് മഹാമണ്ഡലേശ്വരനെ വന്നു. ഉച്ച കഴിഞ്ഞിട്ട് വന്നു കണ്ടു. മഹാമണ്ഡലേശ്വരനായിട്ട് ഞാൻ സംസാരിച്ചു കൊണ്ടത് അങ്ങേക്ക് ഈ ഐഡിയ എങ്ങനെ തോന്നി എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഇതൊരു നിയോഗമാണ്, ഇതൊരു ഈശ്വര നിയോഗമാണ്. എൻ്റെ മനസ്സിൽ തോന്നിയതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാനൊരു കേവലം ഒരു ഉപകരണം മാത്രമാണ്. ഇവിടെ ഒരു പരമ്പര, ആ പരമ്പരയുടെ എല്ലാം ഒരു തോന്നലായിരിക്കും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നി ഈ പരിപാടിയിൽ അമ്മയുടെ രക്ഷാധികാരിത്വം അത്യാവശ്യമാണെന്ന് തോന്നി. അങ്ങനെ അമ്മയെ പോയി കണ്ടു. അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. എന്നിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പരീക്ഷണത്തിലൂടെയുള്ളൊരു അനുഗ്രഹമായിരുന്നു കേട്ടോ, പരീക്ഷിച്ചു അമ്മ. കാരണം ഇവർ ഈ പാലം കെട്ടുന്ന സമയത്ത് പാലം കെട്ടാൻ പാടില്ലെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് മെമ്മോ അത് ഒരു കാര്യമില്ല, വല്ല കാര്യമില്ല സ്റ്റോപ്പ് മെമ്മോ കൊടുക്കട്ടെ. ആ പാലം ഇടിഞ്ഞു വീഴുമോ എന്നുള്ള അത് പരിശോധിച്ചാൽ മതി. എഞ്ചിനീയർമാർ വന്ന് പരിശോധിച്ചു. അതിന് ബലക്ഷയമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്, തൂണുകൾ ആവശ്യത്തിനുണ്ടോ, ബലമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രമേ വേണ്ടതുള്ളൂ, വേറെ ഒന്നുമില്ല. അവർ 1 മാസം മുമ്പ് ഇതെല്ലാം അനുവാദം ചോദിച്ചാൽ എന്നിട്ട് പറയാൻ കൊടുക്കാതെ പരിശോധിക്കാതെ അങ്ങനെ വെച്ചോട്ടെ. അത് അവസാന നിമിഷം വരെ കേട്ടിക്കൊണ്ടുപോയി. അത് നടത്തരുതെന്നുള്ള ഉദ്ദേശം. ചിലരൊക്കെ പ്രഖ്യാപിച്ചിരുന്നു നമ്മൾ നടത്താൻ സമ്മതിക്കുന്നില്ല. മലപ്പുറം ജില്ലയിലോ ഇത് നടക്കുമോ, ഇതൊരിക്കലും നടക്കില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചു. അവിടെ ഈശ്വരൻ നടത്തണമെന്ന് വിചാരിച്ചാൽ അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾ സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് നടക്കാത്തത്? എല്ലാം നടന്നു, ഭംഗിയായിട്ട് നടന്നു. ആദ്യം ഇതേ പറഞ്ഞു, നമ്മുടെ പഴയടം, ഇപ്പോൾ പുതിയ ഇടങ്ങൾ കയറിയിരിക്കുക പല സ്ഥലത്തും. പഴയടം ചോദിച്ചു എത്ര പേർക്ക് വേണം ഭക്ഷണം രാവിലെ? അപ്പോൾ അവർ പറഞ്ഞൊരു രാവിലെ ഒരു പ്രഭാതത്തിൽ 500 പേരൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വൈകുന്നേരം ഒരു
2000 പേര് 2500 പേരൊക്കെ പ്രതീക്ഷിക്കാം. അത്രയൊക്കെ നമുക്ക് ഇപ്പം പ്രതീക്ഷയുള്ളൂ. നമുക്ക് വലിയ തോതിലൊന്നും അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ യാദൃച്ഛികമായിട്ട് എല്ലാവരും വന്നു, അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചു തുടങ്ങുകയാണ്. എന്തായാലും ശരി, തുടങ്ങി അങ്ങോട്ട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ മാറി. 25-ാം തീയതി സ്വാമിജിയുടെ പരിപാടിയുണ്ട്. 25-ാം തീയതി മുതലാണ് സത്യത്തിൽ പറഞ്ഞ ആളുകൾ അവിടെ ജനസമുദ്രം വരാൻ തുടങ്ങിയത്. അപ്പോൾ പാലത്തിൻ്റെ അനുവാദം കിട്ടി, അക്കരെ ഇക്കരെ പോകാനുള്ള അനുവാദം വന്നു. ജനങ്ങൾ വരുന്നു, പാലത്തിൽ കയറുന്നു, അക്കരെ പോകുന്നു, അവിടെയെല്ലാം പങ്കെടുക്കുന്നു, അവിടെ നടക്കുന്നു. നമ്മുടെ ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ തവനൂർ ഭാഗത്താണ് നമ്മുടെ പരിപാടികളെല്ലാം കേന്ദ്രീകരിച്ച് അവിടെ ചെയ്തത്. അത് സ്വാമിജി തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് ചെയ്തു, ഞങ്ങളിവിടെ ഈ ഭാഗത്ത് നമ്മളിവിടെ കേന്ദ്രീകരിക്കാം എന്ന് പറഞ്ഞിട്ട് 2 രീതി കേന്ദ്രീകരിച്ചായിരുന്നു. അപ്പോൾ നമ്മളവിടെ യജ്ഞശാല ഉണ്ടാക്കി. ഞാൻ 23-ാം തീയതി പോകുമ്പോൾ ഒന്നുമില്ല, അവിടെ പാലമില്ല, അവിടെ യജ്ഞശാലയില്ല, ഒന്നുമില്ല. ഇതെങ്ങനെ നടക്കും ദൈവമേ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. ഇത് വിചാരിക്കുന്നവർ സക്സസ് ആകുമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ സങ്കല്പം കൊണ്ട് ഇത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുംഭമേളയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു അനുഭവം സൃഷ്ടിച്ചു തന്നു. അവിടെ 2000 പേര് 500 പേര് 2000 പേരൊക്കെ വിചാരിക്കുന്ന സ്ഥലത്ത് 40 ലക്ഷം പേര് വന്നു പോയെന്നാണ് കണക്ക്. 40 ലക്ഷം പേര് ദിവസം ചെല്ലുന്നവരും മാറി. എല്ലാവരും വരുന്നു, അതിൽ പങ്കാളികളാകുന്നു, പറ്റുന്ന പോലെ എല്ലാവരും ചെയ്യുന്നു, ഏറ്റെടുക്കുന്നു. ഒരാൾ ആരതി കൊണ്ടുവരുന്നു, വേറൊരാൾ ഭക്ഷണം കൊടുക്കാൻ വരുന്നു. ഇങ്ങനെ ഓരോരുത്തർ ഏറ്റെടുത്ത് വലിയൊരു സംഭവമാക്കിയത് മാറ്റി. ഉജ്ജ്വലമായൊരു സംഭവം നമുക്ക് പ്രതീക്ഷയ്ക്ക്. അവിടെ മലയരന്മാരുടെ സമ്പ്രദായം മുതൽ എല്ലാവരും വന്നു. ഏറ്റവും വലിയ സൂഫികൾ വരണം. സൂഫിസം മുസ്ലിങ്ങളുടെ ഒരു വിഭാഗമാണ് സൂഫികൾ. അവരെ ഈ സംസ്കാരത്തെ അംഗീകരിക്കുന്നവരാണ്. അവരെല്ലാവരും വന്നിട്ട് ഗംഭീരമായിട്ട് ആ ഉത്സവം നടത്തി. ആലോചിച്ച് നോക്കാം, എല്ലാവരുടെയും പങ്കാളിത്തം. അവർ പറഞ്ഞു, ഞങ്ങൾ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നത് എന്തിനാണ്? ഒരു നദിയിൽ നിന്ന് കുളിച്ചാൽ എന്ത് പറ്റും? ആരെങ്കിലും മാറിപ്പോകുമോ? മനുഷ്യൻ കുളിച്ചിട്ട് കാക്കയായി പോകുമോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയി പോകും? ഒന്നുമില്ലല്ലോ. അപ്പോൾ മനുഷ്യനായി തീരണം. നദികളുടെ പ്രാധാന്യം മനസ്സിലാക്കണം. നദികളുടെ സംരക്ഷണം, പ്രകൃതിയുടെ സംരക്ഷണം, ഇതെല്ലാം വിളിച്ചോതുന്ന വലിയൊരു സംഭവമാണ്. പ്രകൃതി സംരക്ഷണത്തിന് പ്രകൃതിയെ മുഴുവൻ ആരാധിച്ച ഒരു സമ്പ്രദായമാണ്. ഈശ്വരൻ എന്ന് പറയുന്നത്, അമ്മ എന്ന് പറയുന്നത്, അമ്മ വിശാലമായ അർത്ഥത്തിൽ അമ്മ, ഇതെല്ലാം അമ്മയാണ്. കാടും വനവും എല്ലാം. വള്ളിക്കാവ് എന്ന് പറയുമ്പോൾ കാവ്, ആ കാവ് അമ്മയാണ്. വള്ളിക്കാവിലമ്മ, ആ കാവ് അമ്മയാണ്. ഈ ഭൂമി അമ്മയാണ്, ആകാശം അമ്മയാണ്, വായു അമ്മയാണ്, അഗ്നി അമ്മയാണ്, ജലമമ്മയാണ്, പൃഥ്വി അമ്മയാണ്, നദികളും നദിക്കരകളും എല്ലാം അമ്മയാണ്. അതിൽ വരുന്നവരെല്ലാം അമ്മയാണ്. ആ ഒരു ഭാവം നമുക്ക് ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും ഇത്തരം പരിപാടികൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നത് അമ്മയുടെ സങ്കല്പം ഓരോ വർഷവും, അടുത്ത വർഷം എല്ലാ ദിവസവും നടക്കുന്നതാണ്. അദ്ദേഹം കൽപ്പവാസം ഉണ്ടാകും. എല്ലാ ദിവസവും അവിടെ താമസിച്ച്, ഇപ്രാവശ്യം അങ്ങനെ വലിയ തോതിലൊന്നും ഇന്ന് ആർക്കും ഒരു പരാതിയില്ല. ഞാൻ അവിടെ കണ്ടു, മുസ്ലിം സ്ത്രീകളടക്കം പർദ്ദയിട്ട സ്ത്രീകൾ വന്നിട്ട് അവരൊക്കെ എതിർക്കുമെന്നൊക്കെ ആരോ പറഞ്ഞിരുന്നു. തീവ്രവാദികളാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഉള്ളവരെല്ലാം സഹകരിച്ചു. വീടുകളൊക്കെ തുറന്നു കൊടുത്തു. ചിലര് അവിടെ സ്വാഭാവികമായിട്ടും ചിലർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ പൈസ കൂടി അവർ മേടിക്കുന്നവരുണ്ടായിരുന്നു. വീട് തുറന്നു കൊടുത്ത് കാറൊക്കെ വയ്ക്കുന്നതിന് 100 രൂപ വരെ മേടിച്ചവരുണ്ട്, 100 രൂപ മേടിക്കാതെ വെച്ചവരുണ്ട്, വീട് തുറന്നു കൊടുത്തവരുണ്ട്, താമസിക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്തവരുണ്ട്, എല്ലാം ഉണ്ട്. ചിലർ ചായ കൊടുത്തവരുണ്ട്, പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തട്ടുമുട്ട സ്ത്രീകൾ വരെ വന്നുകൊണ്ട് കൊടുത്തു. എല്ലാവർക്കും സന്തോഷം. ഈ സന്തോഷമില്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യരെല്ലാം കുടുംബം പരസ്പരം ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നത്, ഇതല്ലേ ഉത്സവങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ വർഗഭേദങ്ങളില്ല. ഇതൊന്നും തന്നെ ഉത്സവങ്ങളിൽ ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ഉത്സവങ്ങൾ. അതെല്ലാം മറന്നിട്ട് മനുഷ്യൻ ഒന്നാണ്, മനുഷ്യൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ ആ സങ്കല്പത്തിലേക്ക് അപ്പോഴാണ് നമ്മൾ ഉണരുന്നത്. എല്ലാവരും എല്ലാം മറന്ന് ഒരു മനുഷ്യനായി തീരലാണ്, മനുഷ്യനായി മാറലാണ് വേണ്ടത്. മതമൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടാണ്, മതത്തിന് വേണ്ടിയിട്ടാകരുത്. കാലിന് വേണ്ടിയിട്ട് ചെരുപ്പ് മുറിക്കരുത്. കാല് വെട്ടി മുറിക്കും, ചെരുപ്പിന് വേണ്ടി കാല് വെട്ടി മുറിക്കരുത്. ചെരുപ്പിന് വേണ്ടിയിട്ട്, ചെരുപ്പിന്റെ വലിപ്പം കൂടുതലാണ് എന്താ പറഞ്ഞാൽ കാല് വെട്ടി, അല്ലെങ്കിൽ വലിപ്പം കൂടുതലാണ്, വലിപ്പം കുറവാണ്, നമ്മൾ കാല് വെട്ടി മുറിക്കാന്ന് ആരും വിചാരിക്കില്ലല്ലോ. അതുപോലെ സംഗതി അങ്ങനെ ഒരു സങ്കല്പമാണ് നമ്മുടെ ഈ അവിടെ നടന്നത്.